പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ അലയൻസ് മറൈൻ പ്രോഡക്ട്സ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉത്തരവ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതാണ് നടപടി. പ്രാഥമിക പരിശോധനയിൽ അലൈൻ മറൈൻസ് പ്രോഡക്റ്റിൽ നിന്ന് പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ശരിയാണ്. അശ്വിൻ, ഈ കുഫോസിന്റെ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ സൾഫൈഡും അമോണിയയും അടക്കമുള്ള രാസമാലിന്യം പുഴയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. മുൻപ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞിരുന്ന ഇത്തരത്തിലുള്ള രാസമാലിന്യം ഒന്നും ഇല്ല എന്നായിരുന്നല്ലോ. ഇപ്പോഴൊരു നടപടിയും വരുന്നു. എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, ഈ മത്സ്യക്കുരുതിയിൽ ആദ്യ നടപടിയാണ്. കേസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഉണ്ടാവുന്ന ആദ്യ നടപടിയാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഇടയാർ വ്യവസായ മേഖലയിലെ അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ്. സ്ഥാപനം അടച്ചുപൂട്ടാനാണ് PCB ഇപ്പോൾ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സ്ഥാപനത്തിൽ നിന്നും നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി അനധികൃതമായി പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ടതായാണ് കണ്ടെത്തൽ. അതിൽ നിന്നാണ് ഈ മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമായ ഒരു പോയിന്റ് ഉള്ളത് എന്നുള്ളതാണ് PCBയുടെ കണ്ടെത്തൽ. അത് പക്ഷേ PCBയുടെ അന്വേഷണ റിപ്പോർട്ടിൽ രാസമാലിന്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രാഥമിക റിപ്പോർട്ട്. അതിന് പിന്നാലെ പക്ഷേ ഒരു നടപടി കൂടി ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി എന്നും റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് രാസമാലിന്യം ഇല്ല എന്നുള്ളൊരു വിശദീകരണം നൽകിയത് എന്നുള്ള കാര്യത്തിൽ PCB വ്യക്തമായ ഒരു മറുപടി നൽകുന്നില്ല. എന്തായാലും ഈ അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് അടച്ചുപൂട്ടാൻ ഉത്തരവ് അല്പസമയം മുമ്പാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫാക്ടറികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൂടി PCB പറയുന്നുണ്ട്. ഈ സ്ഥലമാറ്റം ഉത്തരവ് നടത്തി നേരത്തെ എൻവയോൺമെന്റ് എഞ്ചിനീയറെ സ്ഥലം മാറ്റി പുതിയ ആള് ചുമതല ഏറ്റെടുത്തതിന് ശേഷം കൂടിയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ PCBക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് കൂടി തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന് വിരുദ്ധമായ, അല്ലെങ്കിൽ റിപ്പോർട്ടിലെ കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടി കൂടി എടുത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഫാക്ടറികൾ പരിശോധനാ പരിധിയിലാണ്. വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫാക്ടറികൾക്ക് എതിരെ, ഇടയാർ വ്യവസായ മേഖലയിൽ കൂടുതൽ ഫാക്ടറികൾക്കെതിരെ സമാനമായ നടപടി എടുക്കുമെന്നുള്ളത് കൂടി PCB അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിൽ പെരിയാറിൽ രാസമാലിന്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ അലയൻസ് മറൈൻ പ്രോഡക്ട്സ് എന്ന് പറയുന്ന കമ്പനിക്കെതിരായി നടപടിയെടുത്തിരിക്കുന്നു. കമ്പനി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. PCB വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി.